Hello everyone. Today I am going to discuss attenuation constant in rectangular waveguide. രണ്ട് രീതിയിലാണ് ഒരു പ്രൊപ്പഗേറ്റഡ് മോഡിൻ്റെ അറ്റന്യൂഷൻ നടക്കുന്നത്. ഡൈഇലക്ട്രിക് ലോസസ് കൊണ്ടും മറ്റൊന്ന് ഒരു പെർഫെക്റ്റ് കണ്ടക്ടർ ആണെങ്കിൽ അതിൻ്റെ കണ്ടക്റ്റീവ് ആൾ കാരണം അറ്റന്യൂഷൻ നടക്കും. ഇവിടെ നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുന്നത് ഡൈഇലക്ട്രിക് ലോസ് കാരണം ഉണ്ടാകുന്ന അറ്റന്യൂഷനാണ്. അങ്ങനത്തെ അറ്റന്യൂഷൻ ആണെങ്കിൽ അവിടെ എഫ്സിലോണിന് പകരം നമ്മൾ എഫ്സിലോൺ ഡി ആണ് എഴുതേണ്ടത്. That is epsilon d is equal to epsilon plus sigma by j omega. പിന്നെ നമുക്ക് ഗാമൻ്റെ ഇക്വേഷൻ നമുക്ക് അറിയാം. ഗാമ is equal to root of m pi by a whole square plus n pi by b whole square minus ഒമേഗ സ്ക്വയർ മ്യൂ എഫ്സിലോണ്. ഈ എഫ്സിലോണിൻ്റെ സ്ഥാനത്ത് നമ്മൾ എഫ്സിലോൺ ഡി കൊടുക്കുക, എന്നിട്ട് റൂട്ട് -1 നമ്മൾ പുറത്തെടുക്കാം. അപ്പോൾ ഇക്വേഷൻ എന്തായി മാറും? ജെ ഇൻറ്റു റൂട്ട് ഓഫ് ഒമേഗ സ്ക്വയർ മ്യൂ എഫ്സിലോൺ ഡി മൈനസ് എം പൈ ബൈ എ ഹോൾ സ്ക്വയർ മൈനസ് എൻ പൈ ബൈ ബി ഹോൾ സ്ക്വയർ. ഇതിൽ ഈ എഫ്സിലോൺ ഡീൻ്റെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാം. എഫ്സിലോൺ ഡിക്ക് എഫ്സിലോൺ പ്ലസ് സിഗ്മ ബൈ ജെ എന്നുള്ളത് കൊടുക്കാം. അപ്പോൾ ഇക്വേഷൻ എന്താവും? ജെ ഇൻറ്റു റൂട്ട് ഓഫ് ഒമേഗ സ്ക്വയർ മ്യൂ ഇൻറ്റു എഫ്സിലോൺ പ്ലസ് സിഗ്മ ബൈ ജെ ഒമേഗ മൈനസ് എം പൈ ബൈ എ ഹോൾ സ്ക്വയർ മൈനസ് എൻ പൈ ബൈ ബി ഹോൾ സ്ക്വയർ. എഫ്സിലോൺ പ്ലസ് സിഗ്മ ബൈ ജെ ഒമേഗയിൽ നിന്ന് നമ്മൾ എഫ്സിലോൺ ഔട്ട് സൈഡ് എടുക്കും. പിന്നെ സിഗ്മ ബൈ ജെ ഒമേഗയുടെ ഡിനോമിനേറ്ററിലുള്ള ഒരു ജെനെ നമ്മൾ ന്യൂമറേറ്റർക്ക് കൊടുക്കാം. അപ്പോൾ ഇക്വേഷൻ എന്തായി മാറുമെന്ന് വെച്ചാൽ ജെ ഇൻറ്റു ഒമേഗ സ്ക്വയർ മ്യൂ എഫ്സിലോൺ ഇൻറ്റു 1 മൈനസ് ജെ ഇൻറ്റു സിഗ്മ ബൈ ജെ ഒമേഗ എഫ്സിലോൺ മൈനസ് എം പൈ ബൈ എ ഹോൾ സ്ക്വയർ മൈനസ് എൻ പൈ ബൈ ബി ഹോൾ സ്ക്വയർ ഹോൾ റേസ് ടു 1/2. ഇനി ഇതിലെ ജെ ഇൻറ്റു റൂട്ട് ഓഫ് ഒമേഗ സ്ക്വയർ മ്യൂ എഫ്സിലോൺ മൈനസ് എൻ പൈ ബൈ എ ഹോൾ സ്ക്വയർ മൈനസ് എൻ പൈ ബൈ ബി ഹോൾ സ്ക്വയർ നമ്മൾ എന്താ പുറത്തെടുത്ത്. അപ്പോൾ ബാക്കിൻ്റെ ടേം എന്താ വെച്ചാൽ 1 - ജെ സിഗ്മ മ്യൂ ഒമേഗ സ്ക്വയർ മ്യൂ എഫ്സിലോൺ മൈനസ് എൻ പൈ ബൈ എ ഹോൾ സ്ക്വയർ മൈനസ് എൻ പൈ ബൈ ബി ഹോൾ സ്ക്വയർ ഹോൾ റേസ് ടു -1 ഹോൾ റേസ് ടു -1/2. ഇതാണ്. ഇനി നമുക്കറിയാം ബൈനോമിയൽ എക്സ്പാൻഷനിൽ 1 - x ഹോൾ റേസ് ടു 1/2 നമുക്ക് 1 - x/2 എന്ന് എഴുതാം. ഓക്കെ, അത് നമ്മളിവിടെ എഴുതാണ്. അപ്പോൾ ഇക്വേഷൻ എന്തായി മാറും? ജെ ഇൻറ്റു റൂട്ട് ഓഫ് ഒമേഗ സ്ക്വയർ മ്യൂ എഫ്സിലോൺ മൈനസ് എം പൈ ബൈ എ ഹോൾ സ്ക്വയർ മൈനസ് എൻ പൈ ബൈ ബി ഹോൾ സ്ക്വയർ ഇൻറ്റു 1 - ജെ സിഗ്മ ഒമേഗ മ്യൂ ബൈ 2 ഇൻറ്റു ഒമേഗ സ്ക്വയർ മ്യൂ എഫ്സിലോൺ മൈനസ് എം പൈ ബൈ എ ഹോൾ സ്ക്വയർ മൈനസ് എൻ പൈ ബൈ ബി ഹോൾ സ്ക്വയർ ഹോൾ റേസ് ടു -1. ഇതിൽ റൂട്ട് ഓഫ് ഒമേഗ സ്ക്വയർ മ്യൂ എഫ്സിലോൺ മൈനസ് എൻ പൈ ബൈ എ ഹോൾ സ്ക്വയർ മൈനസ് എൻ പൈ ബൈ ബി ഹോൾ സ്ക്വയറിന് നമ്മൾ റെഡ്യൂസ് ചെയ്യാണ്. അതെങ്ങനെ വെച്ചാൽ ഒമേഗ ഇൻറ്റു മ്യൂ എഫ്സിലോൺ നമ്മൾ പുറത്തെടുത്തു. നമ്മൾ ഈ ടേം മാത്രം കൺസിഡർ ചെയ്യുന്നത്. അതിൽ ഒമേഗ ഇൻറ്റു മ്യൂ എഫ്സിലോൺ പുറത്തെടുത്തിട്ട് റൂട്ട് മ്യൂ എഫ്സിലോൺ പുറത്തെടുത്ത്. അപ്പോൾ ബാക്കി എന്ത് വരും? 1 - എം പൈ ബൈ എ ഹോൾ സ്ക്വയർ പ്ലസ് എൻ പൈ ബൈ ബി ഹോൾ സ്ക്വയർ ബൈ ഒമേഗ സ്ക്വയർ മ്യൂ എഫ്സിലോൺ ഹോൾ റേസ് ടു 1/2. നമുക്കറിയാം ഈ എം പൈ ബൈ എ ഹോൾ സ്ക്വയർ പ്ലസ് എൻ പൈ ബൈ ബി ഹോൾ സ്ക്വയർ ബൈ ഒമേഗ സ്ക്വയർ മ്യൂ എഫ്സിലോൺ നമുക്ക് എഫ് സി ബൈ എഫ് ഹോൾ സ്ക്വയറിന് എഴുതാം. അപ്പോൾ നമ്മൾ ഇക്വേഷൻ എന്തായി മാറും? ഒമേഗ ഇൻറ്റു റൂട്ട് മ്യൂ എഫ്സിലോൺ ഇൻറ്റു 1 - എഫ് സി ബൈ എഫ് ഹോൾ സ്ക്വയർ ഹോൾ റേസ് ടു 1/2. ഇത് നമ്മൾ ഗാമയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ ഗാമൻ്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ജെ ഒമേഗ റൂട്ട് മ്യൂ എഫ്സിലോൺ ഇൻറ്റു 1 - എഫ് സി ബൈ എഫ് ഹോൾ സ്ക്വയർ ഇൻറ്റു ഹോൾ റേസ് ടു 1/2 പ്ലസ് സിഗ്മ ഒമേഗ മ്യൂ ബൈ 2 ഒമേഗ റൂട്ട് മ്യൂ എഫ്സിലോൺ ഇൻറ്റു 1 - എഫ് സി ബൈ എഫ് ഹോൾ സ്ക്വയർ ഹോൾ റേസ് ടു 1/2. ഇതിനൊന്നുകൂടി നമ്മൾ റീഅറേഞ്ച് ചെയ്ത് എഴുതിയാൽ നമുക്ക് ഇക്വേഷൻ എന്തായി കിട്ടും? സിഗ്മ ബൈ 2 ഇൻറ്റു റൂട്ട് മ്യൂ എഫ്സിലോൺ ഇൻറ്റു 1/√1 - എഫ് സി ബൈ എഫ് ഹോൾ സ്ക്വയർ പ്ലസ് ജെ ഒമേഗ റൂട്ട് മ്യൂ എഫ്സിലോൺ ഇൻറ്റു √1 - എഫ് സി ബൈ എഫ് ഹോൾ സ്ക്വയർ. ഇനി നമുക്കറിയാം ഗാമ ഡി ഈസ് ഈക്വൽ ടു ആൽഫ ഡി പ്ലസ് ജെ ബീറ്റ ആണ്. അതായത് ഗാമൻ്റെ റിയൽ പാർട്ട് മാത്രമാണ് അറ്റന്യൂഷൻ എന്ന് പറയുന്നത്. സോ അപ്പോൾ നമുക്ക് ഇവിടെ അറ്റന്യൂഷൻ കോൺസ്റ്റൻറ്റ് ആൽഫ ഡി എന്തായി കിട്ടും? സിഗ്മ ഈറ്റ ബൈ 2 ഇൻറ്റു √1 - എഫ് സി ബൈ എഫ് ഹോൾ സ്ക്വയർ അതായി കിട്ടും അറ്റന്യൂഷൻ കോൺസ്റ്റൻറ്റ്. സോ നമ്മൾ ഡൈഇലക്ട്രിക് ലോസ് കൊണ്ടുണ്ടാകുന്ന അറ്റന്യൂഷൻ കോൺസ്റ്റൻറ്റ് ഇതാണ്. ഇനി നമുക്ക് പെർഫെക്റ്റ് കണ്ടക്ടറിൻ്റെ കണ്ടക്റ്റീവ് വാൾ കൊണ്ടുണ്ടാവുന്ന ലോസും കൂടി ഉണ്ട്. അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ alpha c is equal to PL of z by 2P of z.
ഇതിൽ പി എൽ ഓഫ് സെറ്റ് എന്ന് പറഞ്ഞാൽ പവർ ലോസും പി ഓഫ് സെറ്റ് എന്ന് പറഞ്ഞാൽ ആവറേജ് പവർ ഫ്ലോയിങ്ങുമാണ്. ആദ്യം നമുക്ക് ടൈം ആവറേജ് പവർ ഫ്ലോയിങ് ത്രൂ എ ക്രോസ് സെക്ഷൻ ഓഫ് ദി വേവ് ഗൈഡ് കാണാം. അപ്പോൾ പി ഓഫ് സെറ്റ് ഇസ് ഈക്വൽ ടു യൂസ് ചെയ്യുന്ന ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ പി ഓഫ് സെറ്റ് ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 to b ഇൻ്റഗ്രൽ 0 to a -1/2 EY HX char dx dy. ഇനി ഇവിടെ നമ്മൾ ടി ഇ മോഡിൻ്റെ ആണ് കൊടുക്കുന്നത്. ഇതേപോലെ തന്നെ ടി എം മോഡും നമുക്ക് കണ്ടുപിടിക്കാം. പക്ഷെ നമ്മൾ ടി ഇ മോഡ് വെച്ചിട്ടാണ് ഇപ്പോൾ ചെയ്യണത്. അപ്പോൾ ടി ഇ മോഡിൽ ഇ വൈൻ്റെ ഇക്വേഷൻ എന്താ വെച്ചാൽ -jω/μh² m π/a h0 sin m π/a x cos nπ/by. ഓക്കെ, അതിൽ എച്ച് എക്സിൻ്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ γ/h² ഇൻറ്റു m π/a ഇൻറ്റു h0 sin nπ/a x cos nπ/by. നമ്മൾ TE10 മോഡാണ് എടുക്കുന്നത്. അതായത് m = 1 പകരം n = 0. അപ്പോൾ നമ്മൾ എച്ചിൻ്റെ ഇക്വേഷൻ h = π/a എന്നായി നമുക്ക് കിട്ടും. ഇത് ഈ h = π/a എന്നുള്ളത് ഇ വൈൻ്റെയും എച്ച് എക്സിൻ്റെയും ഇക്വേഷൻ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എന്നിട്ട് ഈ വൈയും എച്ച് എക്സും നമ്മൾ എന്താ പി ഓഫ് സെറ്റിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇക്വേഷൻ എന്തായി കിട്ടും? ഇൻ്റഗ്രൽ 0 to b പി ഓഫ് സെറ്റിൻ്റെ ഇക്വേഷനാണ് ഇൻ്റഗ്രൽ 0 to b ഇൻ്റഗ്രൽ 0 to a -1/2 ഇൻറ്റു -jω/μ/π/a² ഇൻറ്റു π/a h0 sin π/a x minus jβ/π/a² ഇൻറ്റു π/a ഇൻറ്റു h0 sin π/a x dx dy. നമ്മളെ ഇക്വേഷൻ അതായി മാറും. ഇതിലുള്ള കോൺസ്റ്റൻസിനൊക്കെ നമ്മൾ ഔട്ട് സൈഡ് എടുക്കുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 1/2 ഇൻറ്റു ω/μβ ഇൻറ്റു a/π² h0² ഇൻറ്റു ഇൻ്റഗ്രൽ 0 to b ഇൻ്റഗ്രൽ 0 to a sin² π/a x dx dy എന്നാവും. ഇതിൽ നമുക്കറിയാം എന്താ വെച്ചാൽ 0 to b dy = b ആണ്. അതുപോലെ തന്നെ 0 to a sin² π/a x dx നമുക്ക് എന്താണ് ആൻസർ കിട്ടുക? a/2 ആണ്. ഇത് നമ്മൾ sin² θ = 1 - cos 2θ/2 ഇത് സബ്സ്റ്റിറ്റ്യൂഷൻ ഇതിൽ കൊടുത്തിട്ടാണ് നമ്മൾ ഇൻ്റഗ്രേഷൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ പി ഓഫ് സെറ്റിൻ്റെ ഇക്വേഷൻ എന്തായി മാറും? 1/2 ω/μβ a/π² h0² b ഇൻറ്റു a/2. ഇതിലൊന്നും കൂടി നമ്മൾ റീഅറേഞ്ച് ചെയ്ത് എഴുതിയാൽ നമുക്ക് ആൻസർ ω/μβ ab ഇൻറ്റു a h0/2π² എന്ന് കിട്ടും. ഇത് ഇക്വേഷൻ 2 ആയി കൊടുത്തു. നെക്സ്റ്റ് നമുക്ക് കണ്ടക്റ്റിംഗ് വാൾ കാരണമുള്ള പവർ ലോസ് ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. സോ നമ്മൾ 4 വാൾസും ഇവിടെ കൺസിഡർ ചെയ്യണം. അപ്പോൾ JS = AN × H. ഇവിടെ AN എന്ന് പറഞ്ഞാൽ ഔട്ട്വാർഡ് നോർമൽ ഫ്രം ദ വാളാണ്. അതുപോലെ തന്നെ H എന്ന് പറഞ്ഞാൽ മാഗ്നറ്റിക് ഫീൽഡ്. സോ x = 0ലും x = aയിലും നമ്മൾ എന്താണ് JSൻ്റെ ഇക്വേഷൻ കാണണം. ഓക്കെ, അപ്പോൾ JS at x = 0 equal to JS at x = a equal to -ay hz at x = 0. ദാറ്റ് ഈസ് ആൻസർ എന്ന് പറഞ്ഞാൽ -ay h0 എന്ന് കിട്ടും. നെക്സ്റ്റ് നമ്മൾ JS at y = 0ലും JS at y = bയിലും കണ്ടുപിടിക്കാം. അപ്പോൾ എന്താണ് ഇക്വേഷൻ വരിക? ax hz at y = 0 -az hx at y = 0. അതെന്ത് കിട്ടും? ax h0 cos π/a x minus az βa/λ h0 sin π/a x. സോ ഇനി ഇവിടെ നമുക്ക് ടോട്ടൽ പവർ ലോസ് എന്താണെന്ന് നമുക്ക് കണ്ടുപിടിക്കാം. അതായത് ടോട്ടൽ പവർ ലോസ് PL of Z എന്ന് പറഞ്ഞാൽ 2 ഇൻറ്റു PL of Z at x = 0 പ്ലസ് 2 ഇൻറ്റു PL of Z at y = 0. സോ ഇതിൽ ഇനി നമുക്ക് PL of Z at x = 0 കാൽക്കുലേറ്റ് ചെയ്യാം. ദാറ്റ് ഈസ് ഇക്വൽ ടു 0 ഇൻ്റഗ്രൽ 0 ഇൻറ്റു 0 to b half mod JS at x = 0 square RS dy. That is equal to b/2 h0² RS. Next, PL of Z at y is equal to 0. That is equal to integral 0 to a half 1 in mod JSX at y is equal to 0 whole square plus mod JSZ at y is equal to 0 whole square RS dx. ഇവിടെ നമുക്ക് രണ്ട് ഇൻ്റഗ്രലിനെയും സെപ്പറേറ്റ് ആയിട്ട് തന്നെ
കാണണം. കാരണം AX വരുന്നുണ്ട്, AZ വരുന്നുണ്ട്. സോ രണ്ട് സർഫസിലും നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് എന്താണ് ഇൻറ്റിഗ്രേറ്റ് ചെയ്യണം. സോ ദ ഇക്വേഷൻ ബിക്കം a/4 into 1 plus beta a by pi whole square into h0 square RS. ഇനി ഇത് ഈ രണ്ട് PL സെറ്റിനെയും നമ്മൾ എന്താക്കണം, സെപ്പറേറ്റ് ആയിട്ട് രണ്ടുകൊണ്ട് മൾട്ടിപ്പിൾ ചെയ്തിട്ട് സമ്മ് ചെയ്താൽ നമുക്ക് PL ഓഫ് സെറ്റ് കിട്ടും. അതായത് ടോട്ടൽ പവർ ലോസ് കിട്ടും. ദെൻ ദ PL ഓഫ് സെറ്റ് ഇസ് ഈക്വൽ ടു B into h0 square RS plus a/2 1 plus beta a by pi whole square into h0 square RS. That is equal to B plus a/2 into 1 plus beta a by pi whole square into mu 0 RS. നമുക്കറിയാം ബീറ്റ ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ഒമേഗ സ്ക്വയർ മ്യൂ എഫ്സിലോൺ മൈനസ് h0 സ്ക്വയർ ആണ്. ഇവിടെ h ഇസ് ഈക്വൽ ടു പൈ ബൈ എ ആണ്. സോ ബീറ്റ ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ഒമേഗ സ്ക്വയർ മ്യൂ എഫ്സിലോൺ മൈനസ് പൈ ബൈ എ ഹോൾ സ്ക്വയർ വരും. ദിസ് ഇക്വേഷന് നമ്മൾ എന്താ സ്ക്വയർ ചെയ്തുകൊണ്ട് അതിനെ പൈ ബൈ എ ഹോൾ സ്ക്വയർ കൊണ്ട് ത്രൂ ഔട്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ബീറ്റ സ്ക്വയർ എ സ്ക്വയർ ബൈ പൈ സ്ക്വയർ ഇസ് ഈക്വൽ ടു ഒമേഗ സ്ക്വയർ മ്യൂ എഫ്സിലോൺ എ സ്ക്വയർ ബൈ പൈ സ്ക്വയർ മൈനസ് 1 കിട്ടും. ഇവിടെ ഒമേഗ സ്ക്വയർ മ്യൂ എഫ്സിലോൺ എ സ്ക്വയർ ബൈ പൈ സ്ക്വയറിന് നമുക്ക് എന്താണ് എഫ് ബൈ എഫ് സി ഹോൾ സ്ക്വയർ ആണ്. സോ ദ ഇക്വേഷൻ ബിക്കം 1 പ്ലസ് ബീറ്റ സ്ക്വയർ എ സ്ക്വയർ ബൈ പൈ സ്ക്വയർ ഇസ് ഈക്വൽ ടു എഫ് ബൈ എഫ് സി ഹോൾ സ്ക്വയർ. ഇനി ഇത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. പി എൽ ഓ സെറ്റിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ പി എൽ ഓ സെറ്റ് ഇസ് ഈക്വൽ ടു B plus a/2 ഇൻറ്റു എഫ് ബൈ എഫ് സി ഹോൾ സ്ക്വയർ ഇൻറ്റു h0 സ്ക്വയർ RS. ഇത് നമ്മൾ ഇക്വേഷൻ 3 ആക്കി എടുത്തു. ഇനി ഇക്വേഷൻ 2യും ഇക്വേഷൻ 3യും നമ്മൾ എന്താ 1ൽ ആൽഫ സിൻ്റെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോ ആൽഫ സി TE 10 is equal to B plus a/2 f by fc whole square into h0 square RS by 2 omega beta mu into AB into AH0 by 2 pi whole square. പിന്നെ ന്യൂമറേറ്ററിൽ ഇതിൽ നമ്മൾ h0 സ്ക്വയർ രണ്ടും നമുക്ക് ക്യാൻസൽ ചെയ്യാം. അതുപോലെ തന്നെ ന്യൂമറേറ്ററിൽ നിന്ന് ഒരു B ഔട്ട് സൈഡ് എടുത്തിട്ട് അത് ക്യാൻസൽ ചെയ്യാൻ പറ്റും. സോ പിന്നെ അതുപോലെ തന്നെ ബീറ്റ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ ആൽഫ സി അറ്റ് T10 ഈക്വൽ ടു RS ഇൻറ്റു 1 പ്ലസ് a/2b ഇൻറ്റു എഫ് ബൈ എഫ് സി ഹോൾ സ്ക്വയർ ബൈ 2 ഒമേഗ മ്യൂ എ ഇൻറ്റു ഒമേഗ റൂട്ട് മ്യൂ എഫ്സിലോൺ ഇൻറ്റു റൂട്ട് ഓഫ് 1 മൈനസ് എഫ് സി ബൈ എഫ് ഹോൾ സ്ക്വയർ ഇൻറ്റു എ സ്ക്വയർ ബൈ 4 പൈ സ്ക്വയർ. ഇനി ഇതിൽ ന്യൂമറേറ്ററിൻ്റെ ബ്രാക്കറ്റിൽ നിന്ന് a/2b എഫ് ബൈ എഫ് സി ഹോൾ സ്ക്വയർ നമ്മൾ പുറത്തെടുത്തുക. അതുപോലെ തന്നെ ഡിനോമിനേറ്ററിൽ മൾട്ടിപ്പിൾ ചെയ്യാനുള്ളതൊക്കെ മൾട്ടിപ്പിൾ ചെയ്താൽ നമുക്ക് ഇക്വേഷൻ എന്ത് കിട്ടും? RS ഇൻറ്റു a/2b ഇൻറ്റു എഫ് ബൈ എഫ് സി ഹോൾ സ്ക്വയർ ഇൻറ്റു 1 പ്ലസ് 2b ബൈ എ ഇൻറ്റു എഫ് സി ബൈ എഫ് ഹോൾ സ്ക്വയർ ഇൻറ്റു whole divided by half omega square a square by pi square mu epsilon into a root mu epsilon by epsilon into root of 1 minus fc by f whole square. ഇനി ഡിനോമിനേറ്ററിൽ ഒമേഗ സ്ക്വയർ എ സ്ക്വയർ മ്യൂ എഫ്സിലോൺ ഉണ്ട്. മ്യൂ എഫ്സിലോൺ ബൈ പൈ സ്ക്വയർ ഇതുണ്ട്. അതിന് നമുക്ക് എഫ് ബൈ എഫ് സി ഹോൾ സ്ക്വയർ ആക്കി കൊടുക്കാം. അതുപോലെ തന്നെ റൂട്ട് മ്യൂ എഫ്സിലോൺ ബൈ എഫ്സിലോൺ നമുക്ക് റൂട്ട് ഓഫ് മ്യൂ ബൈ എഫ്സിലോൺ ആക്കി എഴുതാം. ഇങ്ങനെ എഴുതിയാൽ ഇക്വേഷൻ എന്തായി വരും? RS ഇൻറ്റു a/2b ഇൻറ്റു എഫ് ബൈ എഫ് സി ഹോൾ സ്ക്വയർ ഇൻറ്റു 1 പ്ലസ് 2b ബൈ എ ഇൻറ്റു എഫ് സി ബൈ എഫ് ഹോൾ സ്ക്വയർ ഹോൾ ഡിവൈഡഡ് ബൈ ഹാഫ് എഫ് ബൈ എഫ് സി ഹോൾ സ്ക്വയർ എ ഇൻറ്റു റൂട്ട് ഓഫ് മ്യൂ ബൈ എഫ്സിലോൺ ഇൻറ്റു റൂട്ട് ഓഫ് 1 മൈനസ് എഫ് സി ബൈ എഫ് ഹോൾ സ്ക്വയർ. ഇല്ല നമുക്ക് ഈ എഫ് ബൈ എഫ് സി ന്യൂമറേറ്ററിൽ എഫ് ബൈ എഫ് സി ഹോൾ സ്ക്വയറും ഡിനോമിനേറ്ററിൽ എഫ് ബൈ എഫ് സി ഹോൾ സ്ക്വയറും ക്യാൻസൽ ചെയ്യാം. അതുപോലെ തന്നെ എ ഉണ്ട്, എനെ ക്യാൻസൽ ചെയ്യാം, 2നെ ക്യാൻസൽ ചെയ്യാം. സോ ക്യാൻസൽ ചെയ്യാനുള്ളതൊക്കെ ക്യാൻസൽ ചെയ്താൽ നമുക്ക് ഇക്വേഷൻ എന്ത് കിട്ടും? ആൽഫ സി T10 is equal to RS into 1 plus 2b by a into fc by f whole square divided by eta b into root of 1 minus fc by f whole square. ഇവിടെ ഈറ്റ എന്ന് പറഞ്ഞാൽ എന്താണ്? റൂട്ട് ഓഫ് മ്യൂ ബൈ എഫ്സിലോൺ 0 ആണ്. പിന്നെ നമുക്കറിയാം RS ഈക്വൽ ടു എന്താണ്? റൂട്ട് ഓഫ്
പൈ എഫ് മ്യൂ സി ബൈ സിഗ്മ സി. ഓക്കെ, ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്കെന്ത് ആൽഫ സി എന്ത് കിട്ടും? 1/η b ഇൻറ്റു റൂട്ട് ഓഫ് പൈ എഫ് മ്യൂ സി ബൈ സിഗ്മ ഇൻറ്റു 1 മൈനസ് എഫ് സി ബൈ എഫ് ഹോൾ സ്ക്വയർ ഇൻറ്റു 1 + 2b ബൈ എ ഇൻറ്റു എഫ് സി ബൈ എഫ് ഹോൾ സ്ക്വയർ. ഇതാണ് നമുക്ക് അപ്പോൾ ആൽഫ സിക്കുള്ള ഇക്വേഷൻ നമുക്ക് കിട്ടി. ഇവിടെ നമ്മൾ TE10 മോഡാണ് കൺസിഡർ ചെയ്തത്. ഇനി നമുക്ക് ഇതേപോലെ തന്നെ TM മോഡും ഈ സെയിം രീതിയിൽ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. സെയിം പ്രൊസീജിയറാണ് ഫോളോ ചെയ്യണത്. അവിടെ നമ്മൾ ലോവസ്റ്റ് കട്ട് ഓഫ് ഫ്രീക്വൻസി കിട്ടുന്നത് നമുക്ക് TM11 അപ്പോൾ നമ്മൾ അത് വെച്ച് ചെയ്യാം. അപ്പോൾ നമുക്ക് ആൽഫ സി അറ്റ് TM11 ഇക്വേഷൻ എന്ത് കിട്ടുമെന്ന് വെച്ചാൽ 2RS ഇൻറ്റു ബി ബൈ എ സ്ക്വയർ പ്ലസ് എ ബൈ ബി ഹോൾ സ്ക്വയർ ഹോൾ ഡിവൈഡ് ബൈ ഈറ്റ എ ബി ഇൻറ്റു റൂട്ട് ഓഫ് 1 മൈനസ് എഫ് സി ബൈ എഫ് ഹോൾ സ്ക്വയർ ഇൻറ്റു 1/a ഹോൾ സ്ക്വയർ പ്ലസ് 1/b സ്ക്വയർ 1/a സ്ക്വയർ പ്ലസ് 1/b സ്ക്വയർ എന്നാണ്. ഇത്രയും കാര്യമാണ് ഇതിൽ പറയാനുള്ളത്. നമ്മൾ അറ്റന്വേഷനെ 2 അറ്റന്വേഷനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ഒന്നാമത്തേതെന്ന് വെച്ചാൽ ഡൈഇലക്ട്രിക് ലോസസ് കൊണ്ട് ഉണ്ടാവുന്നതും പിന്നെ ഒന്ന് കണ്ടക്റ്റിംഗ് വാൾസ് കാരണമുള്ളതും നമ്മൾ ഡിസ്കസ് ചെയ്തു, ഡിറൈവ് ചെയ്തു. സോ ലെറ്റ്സ് വൈൻഡ് അപ്പ് ദ ക്ലാസ്. സോ താങ്ക് യു.